ഹലോ, വെൽക്കം ടു മൈ റൊട്ടീൻ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? അപ്പം നമുക്കും ഇവിടെ സുഖമാണ്, കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ട് അങ്ങനെ അപ്ലോഡ് ആക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ വീഡിയോ എടുത്തിട്ട് ഞാൻ കുറേ ദിവസമായിട്ടോ, ഈ ഒരു വീഡിയോ എടുത്തിട്ടും ഒരാഴ്ചയുടെ മുകളിലായി. ഇപ്പോഴാണ് സൗണ്ട് കൊടുക്കാനൊക്കെ പറ്റിയിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഇടയിൽ ഞാൻ 2-3 ഷോർട്ട് വീഡിയോസുകൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ലോങ് വീഡിയോ ആയിട്ടൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ ഇടുന്ന ലോങ് വീഡിയോ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ആക്കുകൊണ്ട്. അപ്പോൾ രാവിലത്തെ ചായക്കുടിയും പാത്രം കഴുകലൊക്കെ കഴിഞ്ഞതിന് ശേഷം കേട്ടോ മുറ്റടിക്കാനായിട്ട് വന്നിട്ടുള്ളത്. ഇപ്പോൾ ഒരു വെയിൽ എന്നെ കണ്ടപ്പോഴും മുറ്റടിക്കാനായിട്ട് വന്നതാണ്. തേങ്ങ പൊളിച്ചിട്ട് ഉണക്കിയിട്ടുണ്ട്. വെയിൽ കണ്ടപ്പോഴും പൊളിച്ചുണക്കിയതാണ് കേട്ടോ. പിന്നെ ഈ വീഡിയോ ഇടണമെന്ന് എന്നും വിചാരിക്കും, പക്ഷെ പറ്റണില്ല. ഭയങ്കര മടി. ഈ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ആക്കാനൊന്നും പറ്റണില്ല. അപ്പോൾ അങ്ങനെ പകുതിയായിട്ട് എടുത്തു വെച്ച് കുറേ വീഡിയോസുകളുണ്ട് ഫോണിൽ. അതൊക്കെ ഇനിയിപ്പോൾ ഡിലീറ്റ് ആക്കാനേ പറ്റുള്ളൂ. കാരണം എന്താണ്, ഒരു തുമ്പും വാലില്ലാത്ത വീഡിയോസുകളായിട്ട് അങ്ങനെ ഒരുപാട് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇനി അതൊക്കെ എടുത്തിട്ട് ഡിലീറ്റ് ആക്കണം. എന്നിട്ട് രണ്ടാമത് തുടങ്ങി വെക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. ഒന്നാമത് നമുക്ക് വീഡിയോ എടുക്കാനൊന്നും സമയം കിട്ടുന്നില്ല. പിന്നെ എടുത്ത വീഡിയോസുകൾ സൗണ്ട് കൊടുക്കാനോ അപ്ലോഡ് ആക്കാനൊന്നും പറ്റണില്ല കേട്ടോ. ഇപ്പോഴന്നെ ഞാൻ സൗണ്ട് കൊടുക്കുമ്പോൾ 4 പുറത്തുനിന്നും കോഴിക്കളെയും കാക്കകളെയൊക്കെ സൗണ്ട് ഉണ്ടാവും, ആടാളെ അങ്ങനത്തെ കരച്ചിലും ബഹളമൊക്കെ ഉണ്ടാവും. അത് കാരണം സൗണ്ട് ചിലപ്പോൾ ഒരു ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ടാവില്ല. ഞാൻ ഇപ്പോഴന്നെ റൂമിൻ്റെ ഉള്ളിൽ വാതിലൊക്കെ അടച്ചിട്ടൊരു മൂലയിൽ പോയിരുന്നിട്ടാണ് ഈ ഒരു സൗണ്ട് കൊടുക്കുന്നത്. എന്നാൽ തന്നെ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടാവും പല ഹെവി സൗണ്ടുകളും. പറ്റുന്ന രൂപത്തിലൊക്കെ വീഡിയോ എടുത്തിട്ട് വൈകുന്നേരം സൗണ്ടൊക്കെ കൊടുക്കാമെന്ന് വിചാരിക്കുമ്പോഴേക്കും സ്കൂളിട്ട് വരാം കുട്ടികൾ. അവർ സ്കൂളിട്ട് വന്നാൽ അവർ കുളിപ്പിക്കലും അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കലും ഒക്കെ കഴിയുമ്പോഴേക്കും മഗ്‌രിബ് ബാങ്ക് കൊടുക്കും. പിന്നെ നമുക്ക് നിസ്കരിക്കാനും ഓതാനൊക്കെ നിൽക്കും. പിന്നെ ഇത് സൗണ്ട് കൊടുക്കാനൊന്നുള്ള ടൈമില്ലല്ലോ. പിന്നെ അവർ ഉറങ്ങുമ്പോഴേക്കും അവർക്ക് ഫുഡ് വീണ്ടും കൊടുക്കാനാവും. അങ്ങനെ ടൈം പോണത് അറിയണില്ല. അങ്ങനെ വീഡിയോ എടുക്കലും നേരം വൈകാണ് കേട്ടോ. എടുത്ത വീഡിയോ കംപ്ലീറ്റ് ആക്കാൻ തന്നെ എനിക്ക് പറ്റാതായി പോവുകയാണ്. അങ്ങനെയാണ് എനിക്ക് വീഡിയോ അപ്ലോഡ് ആക്കാനൊന്നും പറ്റാത്തത്. ഇനിയിപ്പോൾ ഇൻഷാ അല്ലാഹ് ചെറിയ വീഡിയോസുകളാണെങ്കിലും ഞാൻ ഡെയിലി ഇല്ലെങ്കിലും ഒരു 2 ദിവസം കൂടുമ്പോഴൊക്കെ അപ്ലോഡ് ആക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. എൻ്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ആക്കൊണ്ട്. ലൈക്ക് ഉണ്ടെങ്കിൽ മാത്രമേ കേട്ടോ നമ്മൾ വീഡിയോ മുന്നോട്ട് പോവുള്ളൂ. അങ്ങനെ എന്താ മാറാലൊക്കെ ഒന്ന് തട്ടിക്കൊട്ടിട്ടുണ്ട്. മുറ്റടിക്കൽ കഴിഞ്ഞപ്പോൾ നേരെ അകത്തേക്ക് വന്നിട്ട് മാറാലൊക്കെ ഒന്ന് തട്ടിക്കൊട്ടി എടുക്കാൻ കേട്ടോ. എൻ്റെ ട്രൈപോഡ് കേടായതുകൊണ്ട് ഞാൻ കയ്യിൽ ഫോൺ വെച്ചിട്ടാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. പിന്നെ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ചെറിയൊരു ഫോൺ വെക്കുന്ന സംഭവം ഉണ്ടല്ലോ, സ്റ്റാൻഡ്, അതുമ്പോൾ വെച്ചിട്ടൊക്കെയാണ് ചില ഭാഗങ്ങളൊക്കെ വീഡിയോ എടുക്കുന്നത്. മാറാല തട്ടിക്കൊട്ടുന്നത് കാണിക്കുമ്പോഴൊക്കെ ഒരാട്ടം വരുന്നത് അതുകൊണ്ടാണ്. കയ്യിൽ ഫോൺ വെച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളത്. പിന്നെ വീഡിയോ എടുത്ത് തരാൻ പറ്റിയ ഒരാൾ വീട്ടിലില്ലാത്തതുകൊണ്ടാണ്, ട്രൈപോഡ് കിടന്നതുകൊണ്ടാണ് ഒന്നാമത് വീഡിയോ എടുക്കാനൊരു മടിയായി പോണത്. പിന്നെ ഫോൺ വെക്കണ ഒരു സ്റ്റാൻഡ് ഉണ്ടായിരുന്നില്ല, ചെറിയൊരു സ്റ്റാൻഡ് ഇറങ്ങിയിരുന്നല്ലോ കൊറോണ ടൈമിൽ. ആ ഒരു സ്റ്റാൻഡ് കയ്യിലുണ്ട്. അതുമ്മേൽ ഇങ്ങനെ വെച്ചിട്ടാണ് ചില ഭാഗങ്ങളൊക്കെ വീഡിയോ എടുക്കുന്നത്. ടേബിൾ മേൽ ചെയറുമേലൊക്കെ വെച്ചിട്ട് വീഡിയോ എടുക്കും. ഇപ്പം ഞാൻ ലിവിങ് ഹാള് അടിച്ചു വരുന്ന ടൈമിൽ സ്റ്റെപ്പുമ്മലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. കോണിയുണ്ടല്ലോ, കോണിമേലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. ലോങ് ആയിട്ട് കിട്ടും വേണം വീഡിയോസുകൾ. അങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ലോങ്ങിൽ കൊണ്ടുപോയി വെക്കും. അങ്ങനെ എടുത്ത വീഡിയോസുകളാണ്. നമ്മളെ കൂടെ വീഡിയോ എടുത്തരാൻ ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാവില്ല. നമുക്ക് പെട്ടെന്ന് അങ്ങനെ ചില ഭാഗങ്ങൾ പറ്റുന്ന ഭാഗങ്ങൾ മാത്രം അവരെ കൊണ്ട് എടുപ്പിച്ചാൽ മതി. നമ്മൾ ഒറ്റയ്ക്ക് വീഡിയോ എടുക്കുമ്പോഴുള്ള പ്രശ്നം എന്താ വെച്ചാൽ, ഒരു 2 മിനിറ്റിൻ്റെ വീഡിയോക്ക് വേണ്ടിയിട്ട് നമ്മൾ 20 മിനിറ്റ് നേരം ക്യാമറ ഓണാക്കി വെക്കണം. എന്നാലേ നമുക്ക് ആ 2 മിനിറ്റിൻ്റെ വീഡിയോ ഇരുന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാൻ പറ്റുള്ളൂ. ഫോൺ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോയി വെച്ചിട്ടാണ് ഇപ്പോൾ നമ്മൾ വീഡിയോ എടുക്കേണ്ടാവുക. ആ ഒരു വീഡിയോ ഓണാക്കിയിട്ട് നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ അതിന് ചെറിയൊരു ഭാഗത്തിൻ്റെ ആവശ്യം ഉണ്ടാവുള്ളൂ. പക്ഷേ നമ്മളിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു ക്ലിയർ ആയൊരു ഭാഗം കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ലോങ് ആയിട്ടുള്ളൊരു വീഡിയോ തന്നെ എടുക്കേണ്ടി വരും. അപ്പോൾ ആ ഒരു വീഡിയോ ഇതിലേക്ക് എഡിറ്റ് ചെയ്ത് കയറ്റുമ്പോഴേക്കും ഒരു 20 മിനിറ്റോളം ഉണ്ടാവും. അതിൽ നിന്ന് 1 മിനിറ്റിൻ്റെ വീഡിയോ കട്ട് ചെയ്തിട്ട് എടുക്കണം, ക്ലിയർ ആയുടെ ഒരു ഭാഗം വേണ്ടിയിട്ട് എടുക്കാനായിട്ട്. അങ്ങനെ കുറച്ച് ടൈം എടുത്തിട്ട് വേണം എഡിറ്റിങ്ങിനൊക്കെ വേണ്ടിയിട്ട്. ഞാൻ എന്നാൽ തന്നെ ഒരു തട്ടിക്കൂട്ട് എഡിറ്റിങ്ങിലൂടെയാണ് ഞാൻ വീഡിയോ അപ്ലോഡ് ആക്കുന്നതും വീഡിയോ എടുക്കുന്നതൊക്കെ. കാരണം വേറൊരാൾ സഹായത്തിന് നമുക്ക് വീഡിയോ എടുത്ത് തരാനും എഡിറ്റ് ചെയ്ത് തരാനും സഹായത്തിനില്ലെങ്കിൽ
കുറച്ചൊക്കെ ചിലപ്പം തട്ടിക്കൂട്ടിക്കൊണ്ടുള്ളൊരു ഒപ്പിക്കൽ തന്നെയാണ് ഉണ്ടാവാറ്. അങ്ങനെയൊക്കെ എടുക്കുന്ന വീഡിയോസോളാണ് കേട്ടോ. പിന്നെ നമ്മൾ മുഖമൊക്കെ കാണിച്ചിട്ട് നമ്മൾ അപ്പോഴന്നെ സംസാരിച്ചും കൊണ്ടിരിക്കുന്ന വീഡിയോസ് ആണെങ്കിൽ അതിൽ അധികം എഡിറ്റിങ്ങിൻ്റെ ഒന്നും ആവശ്യം വരില്ല. വേഗം വീഡിയോ എടുത്തിട്ട് നമുക്ക് അപ്ലോഡ് ആക്കാനും പറ്റും. ഇത് നമ്മൾ വീഡിയോ എടുത്തിട്ട് അത് എഡിറ്റ് ചെയ്തുണ്ടാക്കിയിട്ട് അതിൽ സൗണ്ടും കൊടുക്കാനൊക്കെ നിൽക്കുമ്പോഴേക്കും ഒരുപാട് സമയം പിടിക്കുകയാണ്. അതുകൊണ്ടാണ് നമുക്ക് വീഡിയോ ഇടാനും വീഡിയോ അപ്ലോഡ് ആക്കാനൊക്കെ ഒരു മടി വരുന്നത്. പിന്നെ ഇതിനായിട്ട് നിൽക്കുന്നവർക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല, അതങ്ങനെ ശീലമായി പോയിട്ടുണ്ടാവും. ഇതിപ്പോൾ അങ്ങനെയൊന്നുമില്ലല്ലോ. വീഡിയോ എടുത്തിട്ട് ഈ അപ്ലോഡ് ആക്കാനുള്ള ഒരു മടി കാരണമാണ് കേട്ടോ, സൗണ്ട് കൊടുക്കാനൊക്കെ ഉള്ള ഒരു മടി കാരണം, ടൈമില്ലായ്മ കാരണമൊക്കെയാണ് വീഡിയോ അപ്ലോഡ് ആക്കാനായിട്ട് നേരം വൈകി പോകുന്നത്. അങ്ങനെ ഇതാ മാറാലൊക്കെ തട്ടലൊക്കെ കഴിഞ്ഞിട്ട് അകത്തൊക്കെ ഒന്ന് അടിച്ചു വാരി തുടക്കലും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാൻ റാക്കുകളൊക്കെ ഒന്ന് ക്ലീനാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാത്തിനും ചെറിയ ഓരോ ഭാഗങ്ങൾ മാത്രമാണ് കേട്ടോ കാണിക്കുന്നത്. പിന്നെ നല്ല ലെങ്തി ആയിട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ആക്കണമൊക്കെ നല്ല ആഗ്രഹമുണ്ട്. പക്ഷേ അത്രയും ടൈം എന്ത് സംസാരിച്ചും കൊണ്ടിരിക്കും എന്നുള്ളൊരു കാരണം കൊണ്ടാണ് ലോങ് വീഡിയോസ് ഒന്നും എടുക്കാത്തത്. ഇതന്നെ ഒരു 9-10 മിനിറ്റ് വീഡിയോ ഉണ്ട്. കാരണം ചില ഭാഗങ്ങളൊക്കെ ഉൾക്കൊള്ളിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ലോങ് ആക്കിയതാണ്. നല്ല ലെങ്ത്തുള്ള വീഡിയോ ആണല്ലോ എന്ന് വിചാരിച്ചിട്ട് ചിലപ്പം ഞാനും ചില വീഡിയോകളൊന്നും കാണാതെ പോകാറുണ്ട് കേട്ടോ. ഫുള്ളായിട്ട് കാണാതെ അടിച്ച് കളഞ്ഞ് പോകാറുണ്ട്. ചിലപ്പം നല്ല ഉപകാരപ്പെട്ട വീഡിയോസുകളൊക്കെ ഉണ്ടാകും, അതങ്ങനെ ഇരുന്ന് കാണുകയും ചെയ്യും. അതുകൊണ്ടാണ് ഒന്നാമത് ലെങ്ത്താക്കാത്ത. കുഞ്ഞു കുഞ്ഞു വീഡിയോസ് ആണെങ്കിൽ നമുക്ക് കാണാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. അങ്ങനെ അകത്തുള്ള അടിച്ചുവാരലും പൊടിത്തട്ടലും തുടക്കലൊക്കെ കഴിഞ്ഞ് പുറത്തത്തെ ജനാലിൻ്റെ പൊളികളൊക്കെ ഒന്ന് തുടച്ചെടുക്കുകയാണ്. കമ്പികളൊന്നും തുടച്ചെടുത്തിട്ടില്ല കേട്ടോ, അത് ഉള്ളിന്ന് ഒരു ദിവസം തുടക്കണം. ഇപ്പം ഞാൻ വെയിലുള്ള ദിവസം നമുക്ക് പുറത്ത് നിന്ന് പണിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പുറം ഭാഗത്ത് നിന്നിട്ട് ജനാലിൻ്റെ പൊളികളൊക്കെ ഗ്ലാസും അതിൻ്റെ മരമൊക്കെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്. നല്ലോണം പൂപ്പൽ വന്നിട്ടുണ്ടായിരുന്നു. മഴ ഇങ്ങനെ നിന്ന് പെയ്തുകൊണ്ട് ഒരു ഒഴിവുണ്ടായിരുന്നില്ലല്ലോ മഴക്ക്. അങ്ങനെ നിന്ന് പെയ്യുമ്പോൾ നല്ല പൂപ്പൽ വരും കേട്ടോ. ഗ്ലാസ് മേലൊക്കെ നല്ലോണം പൂപ്പൽ വന്നിട്ട് ഇങ്ങനെ പുള്ളിയും കുത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2-3 പ്രാവശ്യമൊക്കെയായിട്ട് തന്നെയുണ്ട് തുടച്ചെടുക്കണത്. ഇതിൻ്റെ ഇടയിൽ ഞാൻ വെള്ളമൊക്കെ മാറ്റിയെടുക്കുന്നുണ്ട്, അതൊന്നും വീഡിയോയിൽ കാണിക്കണില്ല. കാരണം ഫോൺ വെക്കാനായിട്ടുള്ളൊരു സ്പേസ് ഇവിടെ കാണണില്ല പൈപ്പിൻ്റെ അടുത്തേക്കൊന്നും. അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ വേറൊരാൾ വീഡിയോ എടുത്ത് തരികയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമുണ്ടായിരുന്നില്ല, കാണിക്കായിരുന്നു. അപ്പോൾ വെള്ളം മാറ്റുന്നതൊന്നും കാണാത്തതാണ്. നിങ്ങളിപ്പോൾ തുടക്കണം മാത്രമേ കാണുന്നുണ്ടാവുള്ളൂ. ഞാൻ ഇത് തന്നെ മതിലുമലൊക്കെ വെച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത്. ഫോണ് സ്റ്റൂളുമ്മൽ കയറിയിട്ടാണ് കേട്ടോ ജനാലകളൊക്കെ തുടച്ചെടുക്കുന്നത്. ലാഡ്റുമ്മൽ കയറാനൊരു പേടി കൊണ്ട് ലാഡർ എടുത്തിട്ടില്ല. ഈ നോമ്പിനെ നനച്ചുള്ളി പണിക്ക് ലാഡ്റുമ്മൽ വീണത് കാരണം ലാഡർ എടുക്കാനൊരു മടി. ശരിയാക്കൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇപ്പോൾ ലാഡ്റുമ്മൽ കയറാൻ എന്തോ ഒരു പേടി പോലെ. നല്ല ഹൈറ്റുള്ള ഭാഗത്തേക്കൊന്നും കയറാറില്ല. എൻ്റെ വെയിറ്റ് കാരണമാണോ ലാഡറിൻ്റെ ബലക്കുറവ് കാരണമാണോ അന്ന് ലാഡർ വളഞ്ഞത് വീണത് നമുക്കറിയില്ല. എങ്ങനെയായാലും ഇപ്പോൾ എന്താ ലാഡറുമ്മൽ അങ്ങനെ കൊത്തിപ്പിടിച്ച് കയറാനൊന്നും തോന്നണില്ല. മറ്റേത് ലാഡറിൻ്റെ അത്ത മുകളിൽ ആ നിരപ്പിൽ കയറി നിന്നിട്ടൊക്കെയാണ് ഫാനും റാക്കോളൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ലാഡറുമ്മലേക്ക് ഞാൻ പോകാറില്ല. അങ്ങനെ സ്റ്റൂളും അതൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോവുകയാണ് ഇപ്പോഴും. എന്നാലും നമ്മൾ ഒഴിവുള്ള സമയത്തൊക്കെ ഇങ്ങനെ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് നോക്കാറുണ്ട് കേട്ടോ. നമുക്ക് അസുഖങ്ങളൊന്നും ഇല്ലാത്ത ദിവസങ്ങളായിരിക്കും വേണം കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര മടിയേക്കാരം. പിന്നെ ഈ ഒരു സൈഡ് മുഴുവനായിട്ട് ഇന്ന് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. ഒരു സൈഡ് ഞാൻ പിറ്റത്തെ ദിവസമാണ് കേട്ടോ ചെയ്തത്. അന്ന് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. ഒരു ദിവസം തന്നെ മുഴുവനായിട്ട് ചെയ്യുമ്പോഴേക്കും നമുക്ക് ആകെ ക്ഷീണം വരും. കാരണം നമ്മൾ വീട്ടിൻ്റെ ഉള്ളിലുള്ള പണിയും പുറത്തുള്ള പണിയൊക്കെ ഒരുമിച്ച് ഒരാൾ തന്നെ ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മളെ കൊണ്ട് ഫുള്ളായിട്ട് എത്തിക്കൊള്ളണമെന്നില്ല, ക്ഷീണം നല്ലോണം ബാധിക്കും. അപ്പോൾ പിന്നെ ദുഹർ കളാകണതിന് മുന്നായിട്ട് കുളിക്കും നിസ്കരിക്കുകയൊക്കെ വേണമായിരുന്നു. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള പണികളാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അങ്ങനെ എന്താ ഒരുവിധം പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ ഇന്നത്തെ എൻ്റെ വീഡിയോ. അപ്പോൾ വീഡിയോക്ക് എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുക. അതുപോലെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും കൂടെ ചെയ്യണേ.